5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ ഒരു പന്നി ഇറങ്ങി, വലിയ വിഷയമായിരിക്കുകയാണ്. പൊളിറ്റിക്കലായിട്ട് എല്ലാവരും തമ്മിൽ വാക്പോരായി. അതായത് നോക്കൂ, ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് നോക്കണം. ഇലക്ഷൻ തുടങ്ങുന്ന സമയത്തുള്ള സബ്ജക്റ്റ് എവിടെ കിടക്കുന്നു, വിഷയങ്ങൾ എവിടെ കിടക്കുന്നു, ഇപ്പോഴെവിടെ കിടക്കുന്ന വിഷയങ്ങൾ. ഇങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. നല്ല രസമാണ്. ഒരു കൊലപാതകം നടക്കുക, മരണം നടക്കുക, ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഈ സംഭവത്തെ ഞാൻ കുറച്ച് കാണുന്നതല്ല, പക്ഷേ അത് മാറി ജ്യോതികുമാർ ചാമക്കാലയെ കേസ് പറയുന്നു, വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തെ പോസ്റ്റ് പ്രശ്നമാകുന്നു, സൈബർ സഹാക്കൾ ഇറങ്ങുന്നു, പിന്നെ പോരാളി ഷാജിമാരിറങ്ങുന്നു, ഷാജിയുടെ തന്ത ഇറങ്ങുന്നു, പിന്നെ അണ്ടിമുക്ക് സഹാക്കൾ ഇറങ്ങുന്നു, എല്ലാവരും രംഗത്തുണ്ട്. എന്താണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് വഴിമാറി. അവിടെ രാഷ്ട്രീയമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ അപ്പുറം ഇതൊരു ഈ വിഷയം കയറി വന്നു. ഈ വിഷയം വന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല ഞാൻ പറയുന്നത്, ഇതൊരു വലിയ വിഷയമായി കയറി വന്നു. ഇത് വന്നപ്പോൾ ഇതിനകത്തുള്ള നല്ല ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സുകാരനാണ് ഈ വേലി കെട്ടിയ ആൾ, ഈ വേലി കെട്ടി വെച്ച ആൾ. വേറെ ഒരു അമ്മ വന്ന് പറയുന്നു KCBI ഇത് അറിയിച്ചിരുന്നു നേരത്തെ തന്നെ, എന്നിട്ട് ഇത് അവർ വന്ന് നടപടിയെടുത്തില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരു ആളിത് ചെയ്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വടി കിട്ടി. KCB ഇത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വടി കിട്ടി. ഇനി നമ്മുടെ VS ജോയിയുടെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇത്രയും ആവേശപ്പെട്ട് ഇത്ര പെട്ടെന്ന് നമ്മൾ സമരം ചെയ്യേണ്ടിയിരുന്നില്ല, ബഹളം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് ആര്യയുടെ ഷൗക്കത്തുമായുള്ള ബഹളം. അങ്ങനെ ജഗ പുകയായിട്ടുണ്ട് അവിടെ. സംഭവം എന്താണ്? പന്നിയെ പിടിക്കാൻ ഒരു വേലി വെച്ചു, അത് ഇലക്ട്രിക് വേലിയായിരുന്നു. ഇതറിയാതെ മീൻ പിടിക്കാൻ പോയ കുട്ടികളിൽ ഒരാൾ മരിച്ചു, ഒരു അനന്ത് മരിച്ചു, ബാക്കി കുട്ടികൾ ചികിത്സയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ട്വിസ്റ്റായി വേറെ തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനമായി നിൽക്കുന്ന കാര്യം നമ്മുടെ അൻവർ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അൻവർ സ്വരാജിന് കിട്ടേണ്ട വോട്ടുകളാണ് അൻവർ പിടിക്കുന്നതെങ്കിൽ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഇനി ഷൗക്കത്തിന് കിട്ടേണ്ട കുറേ വോട്ടുകളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ സ്വരാജ് ജയിക്കും എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ BJP ഉണ്ട് അവിടെ. BJP ഒരു 10-15,000 വോട്ട് ചിലപ്പോൾ പിടിച്ചേക്കാം. എന്തായാലും അവരും അവിടെ ഉണ്ട്. പക്ഷേ എന്തായാലും അവിടുത്തെ ട്വിസ്റ്റായി നിലമ്പൂർ കേസ് വേറൊരു തലത്തിലേക്ക്, ഇലക്ഷൻ മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായൊരു വാട്ടർലൂ ആകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിസന്ധി വരുമോ എന്നുള്ളതും. കാരണം തിരഞ്ഞെടുപ്പാകുമ്പോൾ ഒരുപാട് പണം മുടക്കണം, പിന്നെ ജയിച്ചില്ലെങ്കിൽ പിന്നെ വേറൊരു സാധ്യതയുള്ളത്, ഞാൻ കാണുന്നൊരു സാധ്യത, തൃണമൂൽ കോൺഗ്രസ്സിലൊക്കെ ആയതുകൊണ്ട് രാജ്യസഭാ MPയോ മറ്റോ, ഈ വീഡിയോ അദ്ദേഹം കാണുകയാണെങ്കിൽ നല്ലതാണ്, രാജ്യസഭാ MPയോ മറ്റോ ആയാൽ അദ്ദേഹത്തിന് കുറേ കൂടി അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലാതെ അധികാരമൊന്നുമില്ല, പണമില്ലെങ്കിൽ പിന്നെ പണം ഉള്ളത് ഉള്ളത് പൊക്കൊണ്ടിരിക്കുന്നു, അധികാരമില്ലെങ്കിൽ പിന്നെ കൂടെ ആൾ നിൽക്കാനൊക്കെ പ്രയാസമായിരിക്കും. നമ്മുടെ PC ജോർജിൻ്റെ പാർട്ടി അങ്ങനെയാണല്ലോ അവസാനം BJPയിൽ ലയിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അധികാരവുമില്ല, സമ്പത്തും കയ്യിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണിത്. ആ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നിടത്ത് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധികളുണ്ട്. മാത്രമല്ല ആര്യയുടെ ഷൗക്കത്തിനും പ്രശ്നങ്ങളുണ്ട്. ആര്യയുടെ ഷൗക്കത്തിന് തോറ്റുപോയാൽ ഇനിയും വീണ്ടും VS ജോയിക്ക് വീണ്ടും സാധ്യത കിട്ടും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ VS ജോയി ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അതുപോലെ തന്നെ സ്വരാജ് തോറ്റുപോയാൽ, തൃപ്പൂണിത്തറയിലും തോറ്റു, നിലമ്പൂരും പോയി തോറ്റുപോയാൽ സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവിയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു ജയിക്കായി സ്വരാജ് മാറുമോ?